നീ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചയാണ്, അതിനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ജിൻസി, നിന്നെ ആരെങ്കിലും പിടിച്ച് ഹിപ്നോട്ടൈസ് ചെയ്തു വല്ലതും വിട്ടാ? പോടർക്ക കാര്യം എന്തോന്ന് പറയടേ. എടാ ഒരു ഡേറ്റിംഗ് ആപ്പടാ, അത് കുറെ മാച്ച്, അതൊന്നും നല്ല സുന്ദരന്മാര്. മാച്ചാ? ജിൻസി, നീ നിനക്ക് പറ്റാത്ത ഡയലോഗുകളൊക്കെ പറയുന്നു, വേണ്ട കേട്ടാ അതൊന്നും. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. എനിക്കൊരു പാർട്ട്ണർ വേണം, അതൊരു റൊമാൻറ്റിക് പാർട്ട്ണർ. പക്ഷെ ആ പാർട്ട്ണർ എങ്ങനെ ആവരെന്നുള്ളതിന്റെ ഏറ്റവും മെയിൻ എക്സാമ്പിൾ ആണ് നീ. ജിൻസി, നീ എന്തൊക്കെയാണ് പറയണം? നിനക്ക് ബോധമല്ലോ പോയാ? വലിയ വലിയ ഡയലോഗൊക്കെയാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കണേ. അൺറൊമാൻറ്റിക് മൂരാച്ചി അണ്ണ വിശ്രമവേളകൾ ആനന്ദകരമാക്കിയിരിക്കും. അല്ലണ്ണ, പിന്നെ ഇവിടെ കയറിയിരിക്കുന്നു. അണ്ണാ ഇവൾക്ക് രാവിലെ എന്തിനോ പറ്റിയാണ്. പിന്നെ നീ ഇവിടെയൊന്നും ഇല്ലേ? നിങ്ങളോടൊന്നും എന്റെ ഫീലിങ്സ് വന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. മഴ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലാണ് ഞാൻ. അത് ശരി, നീ മെമ്മോ കാത്തിരിക്കുന്ന എംപ്ലോയി ആണെന്ന് എനിക്കറിയാം. നിനക്കും കൂടെ അടിച്ചു കിട്ടും. വന്ന് ജോലി പോ. കൂട്ടുകാരിയാ എന്റെ പിന്നെ ജിൻസി, എടി നിന്റെ പ്രശ്നം എന്തോന്നാണ്? ഈ ഫോണിനകത്ത് എന്തോന്നൊന്നും ഇത്തിരി പറഞ്ഞു തരുമോ നീ? എടാ ഒരു പുതിയൊരു ഡേറ്റിംഗ് ആപ്പിടാ, കിടിലൻ സുന്ദരന്മാരായ ചെറുക്കന്മാര്. ചിലപ്പോ എന്റെ ഭാവി വരണങ്ങനകത്ത് കയറി ഇരിപ്പുണ്ടായില്ല മോനെ. അല്ലെങ്കിലും അങ്ങനെയാ ജിൻസി, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അത് പറഞ്ഞപ്പോഴാ, എത്ര നാളായില്ലേ നമ്മള് മുല്ല പൂത്ത് നിൽക്കുന്ന കണ്ടിട്ട്. ശരിയാണല്ലേ. എടാ നീ നാളെ നേഴ്സറിന്ന് വരുമ്പോഴേ നല്ലൊരു മുല്ലത്തൈ നോക്കി വാങ്ങിച്ചോണ്ട് വരണേ. നേഴ്സറിയിലൊന്നും നല്ലത് കിട്ടൂലടി, ഇപ്പൊ എല്ലാം തമിഴ്നാട്ടിൽ. അതിന് ഇവിടെ അതാണ് പ്രശ്നം. എടി നീ ഡേറ്റിംഗ് ആപ്പിലൊക്കെ ഓരോ ചെറുക്കന്മാരെ നോക്കുമ്പോഴേന് പകരം നിന്റെ മുമ്പിൽ തന്നെ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനുള്ളപ്പോൾ ലാലേട്ടൻ പറഞ്ഞ പോലെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ തേടി നടക്കും പോലെ അല്ലേ നീ കാണിക്കുന്നത്? ആര് നീയാ? എന്റെ പൊന്നെ, എന്നാ എന്റെ ജീവിതം നരകമായിരിക്കും. നിന്നോട് തല്ലുകൂടി 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 എന്റെ ജീവിതത്തിന്റെ ഒരു 50% വേണ്ട 80% തീരും. അതിപ്പോ ഞാൻ അല്ലെങ്കിൽ തല്ലുകൂടി തീരും.